എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ടും. ഇന്നത്തെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ആദ്യമേ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പൊടിയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടീസ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാകും. കൂടെ തന്നെ 2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കണം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 1/4 കപ്പ് അളവില് തൈര് ചേർക്കാവുന്നതാണ്. നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചിക്കൻ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഞാൻ നേരത്തെ ചേർത്ത കൂട്ടത്തിൽ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പൊടികളും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു 5 സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. സവാള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളം കൊണ്ട് തന്നെയാണ് ചിക്കൻ വെന്ത് കിട്ടേണ്ടത്. അതുപോലെ ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിലാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി മൂടി വെച്ച് വേണം ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് മൂടി വെച്ചിട്ട്. ഇനി മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് വെച്ചിട്ടാണ് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ചിക്കനിലുള്ള വെള്ളം മുഴുവനും ഒന്ന് വറ്റി കിട്ടണം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ആയാൽ പിന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കനിൽ ഒരു തരി പോലും വെള്ളമില്ല. ചിക്കനിൽ ഉണ്ടായിരുന്ന എണ്ണയെല്ലാം ഊറി താഴേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 4 സവാളയും ഞാനിതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കുടൻ തന്നെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ അരമുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10-15 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ബോൾ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വഴറ്റുന്ന ചേരുവയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി, 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് തന്നെ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. ഈ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് തക്കാളിയും ചേർത്ത് ഒന്ന് നല്ലവണ്ണം തന്നെ വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഗ്രേവി ആയിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പും തക്കാളിയും കൂടി ചേർന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പിന്റെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് നല്ലോണം തന്നെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഗ്രേവി നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് മുരിഞ്ഞ് പാകമായി കിട്ടണം. അതിനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അരപ്പ് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വറ്റി വരേണ്ട ഒരു പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച
നമ്മുടെ ഗ്രേവി തുറന്ന് നോക്കാം. ഗ്രേവിയിൽ നിന്നും എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുള്ള പാകമാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള ചേർക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവിയും സവാളയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർക്കാം. ഈ ഗ്രേവി മുഴുവനും തന്നെ റോസ്റ്റിലേക്ക് ചേർക്കാം. കാറ്ററിംഗുകാർ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ശക്തിയായിട്ട് ഇളക്കി കൊടുക്കരുത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ഈ ഒരു നടുഭാഗം ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം നല്ലതുപോലെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് ചേർക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ചിക്കനിലേക്കൊക്കെ നല്ലതുപോലെ ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ മൂടി വെച്ച് കൊടുക്കുവാണ്. 2 മിനിറ്റ് നേരം മൂടി വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ റോസ്റ്റിൽ നിന്നും നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഗ്രേവി ഡ്രൈ ആയി കിട്ടണം. ഇതിനായിട്ടൊന്ന് മൂടി തുറന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ നിന്നും നല്ലപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ഒന്നും കൂടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടിയും ഒരു നുള്ള് പെരിഞ്ചീരകപ്പൊടി കൂടെ ചേർക്കാം. പെരിഞ്ചീരകപ്പൊടിയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നുകൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കണേ. അപ്പത്തിനും പൊറോട്ടയ്ക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.